പേര് ശശികുമാർ, തോട്ടക്കര, ഒറ്റപ്പാലം തോട്ടക്കര. ഞാൻ പിന്നെ സ്കൂൾ പഠിപ്പ് നിർത്തിയിട്ട് അങ്ങനെ 88 വർക്ക്ഷോപ്പ് തുടങ്ങി. അതിൻ്റെ ഒരു 2-3 വർഷം മുമ്പ് പണി പഠിക്കാൻ പോയിരുന്നു. അത് പിന്നെ പഴയലക്കിടി ഒമ്മൽക്ക എന്ന് പറഞ്ഞുള്ള വർക്ക്ഷോപ്പിലാണ് പണി പഠിക്കാൻ പോയത്. അവിടെ 2 വർഷം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാനും എൻ്റെ ഏട്ടനും കൂടി ഇത് തുടങ്ങി. 88 തുടങ്ങുമ്പോൾ ഞാനും എൻ്റെ ഏട്ടനും ഉണ്ടായിരുന്നു. പിന്നെ 4 പണിക്കാർ വേറെ ഉണ്ടായിരുന്നു. അന്ന് കാലഘട്ടങ്ങളിൽ ഇന്നത്തെ അത്ര വർക്കൊന്നുമില്ല. അന്നുള്ളത് നമ്മുടെ ഒരു ഗേറ്റ്, ഒരു വീട്ടിലേക്ക് ഒരു ഗേറ്റൊക്കെ ഉണ്ടാവുക. പിന്നെ ഈ പട്ട തുളക്കൽ ഇങ്ങനെയുള്ള പണി. ഇന്നത്തെ അത്ര പണിയൊന്നും അന്നില്ല. പക്ഷെ ഇന്നത്തെ കാട്ടിലും പണി കൂടുതലായിരുന്നു അന്ന്. നാട്ടിലിപ്പോൾ അന്നത്തെ ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാം മാറിയിട്ടുണ്ട്. അന്നത്തെ പണിയുടെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇന്ന് പണിയെടുക്കാനില്ല. ഇന്നിപ്പോൾ സിമ്പിളാണ് പണിയെടുക്കാൻ. പിന്നെ പണിയെടുക്കാൻ പിന്നെ ഒരു 5-6 കൊല്ലം മുന്നേ പണിയെടുത്ത കാശുണ്ടായിരുന്നു. ഇന്നിപ്പോൾ കാശ് ലാഭം കമ്മിയാണ്. ലേബർ വർക്കാണ്, ലേബർ ചാർജ് കൂടി. അതുകാരണം ലാഭം കമ്മിയാണ്, സാധനങ്ങൾക്ക് വില കൂടി. ഇന്നിപ്പോൾ പണിയെടുത്താൽ കൂലിനെ കിട്ടുള്ളൂ. ഇന്നൊക്കെ പണിയെടുത്താൽ. അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കിട്ടാറുന്നു. ഞാൻ മെയിനായിട്ട് ഡ്രസ് വർക്കാണ്. പിന്നെ ഗേറ്റ് ചെയ്യും, സൈറ്റിംഗ് ഗേറ്റ് ചെയ്യും, എല്ലാ ഗേറ്റും ചെയ്യും. പിന്നെ ഗേറ്റ് ഗ്രില്ലുകൾ പിന്നെ ഷട്ടർ ചെയ്തായിരുന്നു. ഷട്ടർ ചെയ്യാൻ ഇപ്പോൾ ആളില്ലാത്ത കാരണം ഷട്ടർ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കൊളാപ്സിൽ ഗേറ്റ് അങ്ങനെയുള്ളതൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊളാപ്സിൽ ഗേറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രസ് എടുക്കുമ്പോൾ എല്ലാം ഓട് വരും. പിന്നെ സീലിംഗ് ഓട് വരും. സീലിംഗ് അടിച്ചിട്ട് ഓട് മേയും. പിന്നെ ഷീറ്റ് വർക്ക്, ഷീറ്റ് കാർ ഷെഡ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ സീലിംഗ് ഉണ്ടാവും. അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, ഗേറ്റ് ഓരോ പീസ് റേറ്റാണ് വരുന്നത്. തൂക്കൊന്നല്ല. ഗേറ്റ് ഇപ്പോൾ ഒരു ഗേറ്റിന് ഇത്ര ഒരു റേറ്റ് പറഞ്ഞിട്ട് ആ റേറ്റിന് അങ്ങനെ എടുക്കല്ലേ. സ്റ്റെയർകേസൊക്കെ സ്ക്വയർ മീറ്ററിനാണ് പിന്നെ ചാർജ് ചെയ്യുക. ഇപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ട്. ഇപ്പോൾ കോമ്പറ്റീഷനെക്കാട്ടും മെയിനായിട്ട് പ്രശ്നം നമ്മൾ ഈ വർക്ക്ഷോപ്പ് ഇല്ലാത്ത പയ്യന്മാരാണ്. വർക്ക്ഷോപ്പ് ഇല്ലാത്ത ചെക്കന്മാർ വന്നിട്ട് അവർ നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിന് കമ്മിയാക്കിയിട്ട് അവർക്കൊന്നും വേണ്ട, വാടക വേണ്ട, ചിലവൊന്നുമില്ല. അവർക്ക് ഒരു ദിവസത്തെ കൂലി, നമ്മളിപ്പോൾ അവിടെ നിന്ന് 1000 രൂപ കൂലി കൊടുക്കട്ടെ, അവർക്കൊരു 1200 രൂപ കൂലി കിട്ടുന്ന രീതിയിലാണെന്ന് വെച്ചാൽ അവർക്ക് ലാഭമാണ്. അപ്പൊ അങ്ങനെയാണ് കൂടുതൽ. ഇപ്പൊ അതാണ് ഇപ്പൊ നടക്കുന്നത് നമ്മുടെ നാട്ടില്. അതിനിപ്പോ ഒരു സൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കും തോന്നില്ല. കാരണം ഞങ്ങളുടെ അസോസിയേഷൻ അതിന് വേണ്ടിയിട്ട് കുറെ നോക്കിയതാണ്, അതൊന്നും നടന്നിട്ടില്ല. പിന്നെ കറണ്ട് എടുക്കാൻ നിയമം വേണമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ അതൊന്നും നടക്കട്ട കാര്യങ്ങളാണ്. അപ്പൊ വെച്ചാൽ നമുക്ക് അത് കാരണം അതങ്ങനെ പോകണം. അതാണ് ഒരു വെല്ലുവിളി പറയാണ് അതിലുള്ളത്. എനിക്കിവിടെ കോൺട്രാക്ട് ഏജൻസിന്റെ വർക്ക് ഉണ്ട്. AK ബ്രദേഴ്സ്, പാരമൗണ്ട് കൺസ്ട്രക്ഷൻ, പിന്നെ സ്പെയിൻ കൺസ്ട്രക്ഷൻ, അവരൊക്കെ വർക്കുകളൊക്കെ എനിക്ക് കിട്ടും. പിന്നെ നമ്മളിവിടെ ഈ ഓരോരോ ചില സ്ഥാപനങ്ങളുണ്ട്. പിന്നെ ആയുഷ് ആയുർവേദത്തിലത്തെ ഞാൻ ചെയ്യാം വർക്കുകളൊക്കെ കിട്ടും. പിന്നെ അങ്ങനെയുള്ള ഓരോ കമ്പനിക്കാർ തുടങ്ങേണ്ടൊക്കെ വർക്കുകളൊക്കെ എനിക്ക് കിട്ടും. പിന്നെ ഇത്രയും കാലത്തെ പരിചയമില്ല. അപ്പോൾ ആൾക്കാർ പരിചയം കൂടുതലുള്ള. അപ്പോൾ കാരണം ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ വർക്ക് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു 5 ദിവസം കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കും. വർക്ക് ചെയ്യാൻ എനിക്കിപ്പോൾ 8 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്ന് 8 പേരുണ്ട്. അവരൊക്കെ ഞാനുമായിട്ട് എല്ലാം നല്ല ഇതിലാണ് പോണത്. ഫാമിലിയിൽ എനിക്ക് വൈഫ്, പിന്നെ 3 കുട്ടികൾ. അതിലൊരു മോളുടെ കല്യാണം കഴിഞ്ഞ് അവർക്കൊരു കുട്ടിയുണ്ട്. പിന്നെ ഇപ്പോൾ ചെറിയ മോളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത ജൂലൈ 3-ാം തീയതി ആ കല്യാണമാണ്. മെയ് 3-ാം തീയതി. മേഖല തെരഞ്ഞെടുത്തതിന് എനിക്ക് കഷ്ടമൊന്നും തോന്നില്ല. ഞാൻ എനിക്ക് അന്നത്തെ കാട്ടിലും നല്ല ഡെവലപ്മെന്റ് ആയിട്ടുണ്ട്. അന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഒരു വീടുണ്ട്, കാറുണ്ട്. അതുകൊണ്ട് അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതിലൊന്നും ഒരു സങ്കടം തോന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് തൊഴിലിനെ നമ്മൾ തെരഞ്ഞെടുത്തത്. അത് പരീക്ഷിക്കലുണ്ട്. പക്ഷെ അതൊന്നും കൂടുതൽ പരീക്ഷിക്കില്ല. നമ്മൾക്ക് എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് നിങ്ങൾക്ക് അപ്പൊ ഓരോ പാർട്ടിക്കാർ പറയുന്നതിനനുസരിച്ചിട്ട് ഞങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നത് ഒന്നുമില്ല. എനിക്ക് സമയം കിട്ടില്ല ഒന്നിനും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എന്റെ ഏറ്റവും മുൻഗണന എനിക്ക് പണിയിലാണ്. അപ്പൊ പണി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി വീട്ടിലെ കാര്യം കൂടി നമ്മൾ കഴിഞ്ഞിട്ടാണ് ഉണ്ടാവുള്ളൂ. എല്ലാ സൈറ്റിലും എല്ലാ ദിവസവും എത്തും. ഞാൻ തന്നെ എല്ലാം ചെയ്തു കൊടുത്തിട്ട് പോരാ. എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാ സൈറ്റിലും ഞാൻ രാവിലെ പോയി പറഞ്ഞു കൊടുക്കും. ഭാവി പരിപാടി ഇപ്പോൾ കാര്യമായിട്ടൊന്നും തീരുമാനമായിട്ടില്ല. ഇപ്പോൾ പിന്നെ ഇങ്ങനെ പോകണം തന്നെ ഉള്ളൂ. അല്ലാതെ ഭാവിയിലേക്ക് നമ്മൾ തീരുമാനത്തിലെടുക്കാൻ പറ്റില്ല ഇപ്പോൾ. കാരണം ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ നമ്മള് പിന്നെ മക്കളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുള്ള എല്ലാവരും പഠിച്ചു. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ജോലി ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അവരെ എനിക്ക് നോക്കണ്ട. എന്നാലും ഇപ്പോഴാണ് പ്രാരാബ്ദം ഒന്ന് തീർന്നത്. അപ്പോഴേക്കിപ്പോൾ ഇനിയിപ്പോൾ ഓരോ കല്യാണങ്ങൾ വരുമ്പോൾ അത് കൂടും ചെയ്യും. ഇന്നിപ്പോൾ കൂടുതൽ ഞാൻ അപ്പോളുടെ പൈപ്പാണ് എടുത്ത് പണിയെടുക്കുന്നത്. ടാറ്റയുടെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് കൂടുതലാണ്. അപ്പം അതിനുള്ള ഇത് ചെയ്യലില്ല. അപ്പം അപ്പോളുടെ പൈപ്പാണ് ഏറ്റവും കൂടുതൽ. അപ്പോളുടെ പൈപ്പ് തന്നെ ഉപയോഗിക്കുന്നത്. സ്ക്വയർ പൈപ്പാണ് വരുന്നത്. അത് ഞങ്ങൾ ഫ്ലാറ്റ് സൈസിനെ ചെയ്തിരുന്നത് അന്നൊക്കെ ഫ്ലാറ്റ്. ഇപ്പം ഇന്നിപ്പോൾ ഷട്ടറിന്റെ ഏത് അളവിന് മേടിച്ചാലും ഇന്ന് സാധനം കിട്ടും. അന്നിപ്പോൾ നമുക്ക് മീറ്റർ ഒരു 18 അടിക്ക് ഇങ്ങനെ ഓരോ പീസുകളാണ് കിട്ടുന്നത്. അത് കൊടുന്ന് കട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കുക ചെയ്തിരുന്നു അന്നൊക്കെ. ഇന്നിപ്പോൾ നമുക്ക് അളവിനനുസരിച്ച് സാധനങ്ങൾ കിട്ടും. അപ്പം ഇന്ന് ചെയ്യാൻ സുഖമാണ്. അധികം വേസ്റ്റ് വരില്ല.
പിന്നെന്താ വെച്ചാൽ ഇന്ന് കൂടുതൽ നമ്മുടെ ഷട്ടർ കമ്പനിക്കാരനെ അവരെന്നെ ഷട്ടർ അടിച്ച് അവരെന്നെ ഉണ്ടാക്കി കൊടുക്കുക. അത് കാരണം നമുക്ക് അതിന്റെ ലാഭം കമ്മിയായിരിക്കും. അത് പണിയെടുക്കാൻ തന്നെ ഉള്ളു. അപ്പൊ അത് കാരണം ഷട്ടറിന്റെ പരിപാടി കുറച്ച് കമ്മിയാക്കി എടുക്കുന്നത്. എന്റെ സ്ഥാപനം നിൽക്കുന്നത് പിന്നെ ഒറ്റപ്പാലം തോട്ടക്കര പോസ്റ്റ്, ഒറ്റപ്പാലത്തിന് ചെർപ്പളശ്ശേരി പോണ റോഡ്, ലക്ഷ്മി എഞ്ചിനീയറിംഗ്.